കുരിശിനാലെ മർത്യപാപങ്ങൾ പരിഹരിച്ചൊരു ലോകനാഥാ നീ. കുരിശു താങ്ങി നടന്ന വീതിയിൽ കരളലിഞ്ഞു വരുന്നിതാ ഞങ്ങൾ. കുരിശിലാണെൻ ശാന്തിയും ബലവും, കുരിശിലാണെൻ നിത്യ സൗഭാഗ്യം. പരമനാഥാ നിൻ പ്രിയം നേടാൻ കുരിശു പോലൊരു മാർഗമില്ലുലകിൽ. പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. പീലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശു വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ, ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കറകളേതും തീണ്ടിടാത്തവനേ, മരണശിക്ഷയ്ക്കായി വിധിക്കുന്നു. കന്മഷം കലരാത്തുരജസുതനേ, കുരിശിലേറ്റുവാൻ വിധിക്കുന്നു. രക്ഷമാർത്യനു നൽകിടാൻ വന്നു, സ്വർഗവാതിൽ തുറക്കാൻ വന്നു. മർത്യനോ നിനക്കു നിഷ്കരുണം, കൈവിലങ്ങു തീർത്തിടുന്നല്ലോ. ഒന്നാം സ്ഥലം. ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാര ബലി ആരംഭിച്ചു കഴിഞ്ഞു. പീഡകളേറ്റ് വിവശനായ യേശുവിനെ കുറ്റക്കാരനല്ലെന്നറിഞ്ഞിട്ടും പീലാത്തോസ് മരണത്തിന് വിധിക്കുന്നു. കർത്താവെ,
മറ്റുള്ളവർ അകാരണമായി എന്നെ വിധിക്കുമ്പോൾ അങ്ങയുടെ സഹനങ്ങളോട് ചേർത്ത് അത് സഹിക്കുന്നതിനും മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവം ഉപേക്ഷിക്കുന്നതിനും എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഭാരമേറും കുരിശു ദൈവസുതൻ മൗനമായി തൻ തോളിലേറ്റുന്നു. പരുഷമായ വീതിയിൽ ഓടുതാ നിന്ദനങ്ങൾ സഹിച്ചു നീങ്ങുന്നു. ഈജിപ്തിൽ നിന്നു രക്ഷിച്ചു നിങ്ങളെ ഞാൻ എത്ര സ്നേഹിച്ചു. നന്ദിയായൻ തോളിലെൻ ജനമേ, കുരിശു നിങ്ങൾ ചുമത്തുന്നല്ലോ. രണ്ടാം സ്ഥലം. ഈശോ കുരിശു ചുമക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭാരമേറിയ കുരിശ് ഈശോ ഏകനായി ചുമക്കുന്നു. കർത്താവെ, ലോകത്തിൻ്റെ പാപങ്ങളാണ് ആ കുരിശിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ചെയ്യുന്ന ഓരോ പാപങ്ങളും അങ്ങേ കൂടുതൽ ഭാരപ്പെടുത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞ് പാപങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ക്രൂശിൻ കനത്ത ഭാരത്താ ദൈവപുത്രൻ തറയിൽ വീഴുന്നു. ഉന്നതത്തിൽ ദൈവദൂതന്മാർ ചിറകിനാലെ മുഖം മൂടുന്നു. ധാരയായി നിൻ ചെന്നിടം ചോർന്നു.
മൂന്നാം സ്ഥലം. ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശിൻ്റെ ഭാരം താങ്ങാനാവാതെ ഈശോ വഴിയിൽ വീഴുന്നു. കർത്താവെ, ഞങ്ങൾ ആദ്യമായി പാപത്തിലേക്ക് വീണതാണ്. അങ്ങയുടെ വീഴ്ചയ്ക്ക് കാരണമെന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിൽ വീഴാതെ നടക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. താനയനെ ഒരു നോക്കു കാൺമതിനായി വഴിയിലോടി വരുന്നു കന്യകയാൾ. ആർത്തയായൊരു വത്സലാംബികയെ ആത്മജൻ തിരിഞ്ഞു നോക്കുന്നു. ആരറിഞ്ഞു ദിവ്യജനനീ നിൻ ഹൃദയവേദിയിലേറ്റൊരാഘാതം. കരകൾ കാണാ കടലുപോൽ നിന്റെ കഥനഭാരമുയർന്നു പെരുകുന്നു. നാലാം സ്ഥലം. ഈശോ വഴിയിൽ വെച്ച് മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മകന്റെ പീഡകൾ കണ്ട് അമ്മയുടെ ഹൃദയം തകരുന്നു. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സഹനത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിൻ്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെയും അങ്ങേ മാതാവിൻ്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങളറിയുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഭാരമേറും കുരിശു താങ്ങിടുവാൻ ശിമയോൻ സഹായമേകുന്നു. ദിവ്യചുംബന സുഭഗമാ കൈകൾ ഞൊടിയിൽ നേടി ജന്മസാഫല്യം. യേശുവിൻ കുരിശുൾ പ്രസാദമോടെ താ
5-ാം സ്ഥലം. ശിമിയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഈശോയെ ജീവനോടെ കുരിശിൽ തറയ്ക്കണമെന്ന് തീരുമാനിച്ചിരുന്ന പടയാളികൾ കുരിശു ചുമക്കുവാൻ ശിമിയോനെ നിർബന്ധിക്കുന്നു. കരുണാനിധിയായ കർത്താവേ, ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞാനും ശിമിയോനെ പോലെ അനുഗ്രഹീതനാകും. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പ്രഭാതത്തിൽ പൂങ്കതിർ കുടമേ, കൂരിരുട്ടിൽ വിരിഞ്ഞ ചന്ദ്രികയേ, നിൻമുഖത്തിൻ ശോഭയിന്നെവിടെ, കണ്ണിലെ പ്രകാശമിന്നെവിടെ. ആറാം സ്ഥലം. വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ ആശ്വസിപ്പിക്കാനായി വെറോനിക്ക ഈശോയുടെ അടുത്തേക്ക് വരുന്നു. അവൾ തുവാലയെടുത്ത് ഈശോയുടെ രക്തം പുരണ്ട മുഖം തുടയ്ക്കുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവേ, ബലഹീനരോടും നിസ്സഹായാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരോടും സ്നേഹവും അനുകമ്പയും പ്രകടിപ്പിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.
പാപമല്ലോ നിർദ്ധയം നിന്നെ വഴിയിൽ വീഴ്ത്തി വ്യഥയിലാഴ്ത്തുന്നു. പാപമോർത്തു കരയുവാൻ നാഥ നിയതമങ്ങേ വരം നൽകണമേ. ഏഴാം സ്ഥലം. ഈശോ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവുകളിൽ നിന്നെല്ലാം രക്തമൊഴുകുന്നു. ശരീരമാകെ വേദനിക്കുന്നു. കരുണാമയനായ കർത്താവേ, ഞങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്ന പാപങ്ങളാണ് അങ്ങയെ വിവശനാക്കുന്നത് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ോർത്തിതമെന്തിനോർശ്ലേമിൻ പുത്രിമാരെ നിങ്ങൾ കേഴുന്നു. മനമലിഞ്ഞു കരഞ്ഞ വനിതകളിൽ സാന്ത്വനത്തിൻ കതിരു ചിന്തുന്നു. കരയുവിൻ ഭൂവിൽ നിങ്ങളെ ഓർത്തും സ്നേഹമേറും തനയരെ ഓർത്തും അഴലു തിങ്ങിയ നിശയതാ മുന്നിൽ കണ്ണുനീരിൻ കയമതാ മുന്നിൽ. എട്ടാം സ്ഥലം. ഈശോ ഓർസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പീഡകളേറ്റ് വിവശനായി കുരിശുമായി കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന ഈശോയെ കണ്ട് ഓർസ്ലേമിലെ സ്ത്രീകൾക്ക് അനുകമ്പ തോന്നി. അവർ ഈശോയെ ആശ്വസിപ്പിക്കുവാനായി അരികിൽ ഓടിയെത്തി. എന്നാൽ ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവീൻ. എളിയവരുടെ സങ്കേതമായ കർത്താവേ, അങ്ങയുടെ പീഡകൾക്ക് നടുവിലും ഓർശ്ലേം നിവാസികളുടെ വരാനിരിക്കുന്ന ദുരിതത്തെ ഓർത്ത് അവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവേ, ഏതൊരു ജീവിതാവസ്ഥയിലും മറ്റുള്ളവരുടെ വേദനകൾ കാണുന്നതിനും അവരെ ആശ്വസിപ്പിക്കുന്നതിനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.
വഴുതി വീഴുമ്പോൾ സ്നേഹമെന്നിൽ ശിഥിലമാകുമ്പോൾ വിരവോടങ്ങേ കരമുയർത്തണമേ, ബലമോടെന്നെ കരകയറ്റണമേ. ഒമ്പതാം സ്ഥലം. ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മുന്നോട്ട് നീങ്ങുവാൻ ശക്തിയില്ലാതെ ഈശോ വീണ്ടും നിലത്ത് വീഴുന്നു. എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവിടത്തെ ശത്രുക്കൾ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്ന് ശാവോലിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, പാപങ്ങളിൽ വീണ് അതിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം അതിൽ തുടരുന്നതാണ് അങ്ങയുടെ പീഡകൾ വർദ്ധിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി പാപങ്ങളിൽ നിന്നകന്ന് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ലേറിയൊരന്ത്യയാത്രയതാ ഗാഗുൽത്താമലയിലെത്തുന്നു. നിന്ദനത്തിൻ തികവിനായി ഗുരുവിൻ വസ്ത്രമെല്ലാം ഊരിമാറ്റുന്നു. വിശുദ്ധി തൻ വെള്ള വസ്ത്രങ്ങൾ ചാർത്തി എന്നെ കാത്തുകൊള്ളണമേ. നിൻ പ്രസാദം നേടുവാനുലകിൽ സർവവും ഞാൻ ത്യജിച്ചിടുന്നു. പത്താം സ്ഥലം. ദിവ്യരക്ഷന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഗാഗുൽത്തയിലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറ കലർത്തിയ വീഞ്ഞു കൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അത് ആർക്ക് ലഭിക്കണമെന്ന് ചിട്ടയിട്ട് തീരുമാനിക്കാമെന്ന് അവർ പരസ്പരം പറഞ്ഞു. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ അനർത്ഥമായി. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.
കൈകൾ കാലുകളും അന്ധകാരമുയർന്നു പടരുന്നു. ഭീതിയാലൻ ചിത്തമുരുകുന്നു. പതിനൊന്നാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. പരാതിയില്ലാതെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ കർത്താവേ, സ്നേഹത്തിൻ്റെ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങളറിയുന്നു. അങ്ങയോട് കൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിൽ മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിന്മേലാർത്തനായി തൂങ്ങി മരിക്കുന്നു രക്ഷകൻ ദൈവം. സൂര്യബിംബം മങ്ങി മറയുന്നു. ഭൂവിലെല്ലാം ഇരുൾ നിറയുന്നു. ശിരസ്സൊന്നു ചായ്ക്കുവാൻ ധരമേ, ദൈവപുത്രനു തെല്ലുമിടമില്ല. നിസ്വനാണ് ബത്ലഹേം മുതലേ ഗാഗുൽത്താ മരണവേദി വരെ. പന്ത്രണ്ടാം സ്ഥലം. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. തൻ്റെ മാതാവിനെ മനുഷ്യകുലത്തിന് മുഴുവൻ അമ്മയായി നൽകുന്നു. എല്ലാം പൂർത്തിയാക്കി. എൻ്റെ പിതാവേ, അങ്ങേ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. സൂര്യൻ ഇരുണ്ടു, ഭൂമിയിൽ അന്ധകാരം നിറഞ്ഞു. ദേവാലയത്തിൻ്റെ തിരശ്ശീല നടുവേ കീറിപ്പോയി. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും. അന്ന് അങ്ങയെപ്പോലെ എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തിയാക്കി അങ്ങയുടെ പക്കൽ മഹത്വപ്പെടുവാൻ എനിക്ക് കൃപ നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.
13-ാം സ്ഥലം. മിശിഹായുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ശാബദമാകും മുൻപ് ശരീരങ്ങൾ കുരിശിൽ നിന്നും നീക്കം ചെയ്യാനായി പീലാത്തോസിന്റെ അനുവാദത്തോടെ വന്ന പടയാളികൾ 2 കള്ളന്മാരുടെയും കണങ്കാലുകൾ തകർത്തു. എന്നാൽ യേശു മരിച്ചു കഴിഞ്ഞതിനാൽ ഈശോയുടെ കണങ്കാലുകൾ തകർത്തില്ല. പടയാളികളിൽ ഒരുവൻ അവിടുത്തെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്ന് ഇറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തി. ഏറ്റവും വേഗലയായ മാതാവേ, അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മോഹമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും? ഉണ്ണിയായ ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തു മുതൽ ഗാഗുൽത്ത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു. അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ദേഹം പുതിയ കല്ലറയിൽ മഹിമയോടെ സംസ്കരിക്കുന്നു. ക്ഷണികമീ നരജീവിതത്തിൻ്റെ പൊരുളു കാണാൻ വരം നൽകണമേ. ഉയിർപ്പിൻ്റെ ശരണമുണ്ടിവിടെ, പ്രഭാതത്തിൻ കിരണമുണ്ടിവിടെ. 3 നാൾ കഴിഞ്ഞു ദൈവസുതൻ വിജയപൂർവമുയർത്തെഴുന്നേൽക്കും. പതിനാലാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ റംസക്കാരനായ യൗസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 റാത്തലോളം സുഗന്ധകൂട്ടുമായി നിക്കോദമോസും അയാളുടെ കൂടെ വന്നിരുന്നു. യൂതന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമളദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തറച്ചെടുത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാബദം ആരംഭിച്ചിരുന്നതുകൊണ്ടും കല്ലറ അടുത്തായിരുന്നതുകൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങ് എൻ്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയുമില്ല. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ, അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.
മന്നിടത്തിൽ വന്നു ദൈവസുതൻ സ്വന്ത ജനമാ ലോകരക്ഷകനേ കുരിശിലേറ്റി വധിച്ചു നിഷ്കരുണം ദൈവമാണിൻ നിത്യസങ്കേതം കുരിശിലാണിൻ പരമസായോജ്യം യേശുവേ നിൻ ഹൃദയ കോവിലിൽ സ്വയമിതാ ഞാൻ അർപ്പണം ചെയ്വോ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പറക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം മരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തയിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്കു വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്വസ്ത്രമുണ്ടായിരിക്കട്ടെ. ആമേൻ. മനസ്താപ പ്രകടനം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപസാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ.